അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവർ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിക്കീങ്ങളിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ കോടാനുകോടി സ്വലാത്തുകൾ ചൊല്ലുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. നമുക്കറിയാം, അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഓരോരുത്തരുടെ ഇഷ്കിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, ഓരോരുത്തരുടെ ഹുബ്ബിൻ്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ എനിക്കൊക്കെ തോന്നാറുണ്ട്, പടച്ചോനെ എന്തിനാ ഞാനൊക്കെ ഈ ലോകത്ത്? എനിക്ക് ഇന്നോടന്നെ ഒരു പുച്ഛം തോന്നും, എനിക്ക് ഇന്നോടന്നെ ഒരു വെറുപ്പ് തോന്നും. അങ്ങനെയുള്ള ഓരോരോ ചരിത്രങ്ങളാണ്. അങ്ങനെയുള്ള അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിക്കീങ്ങൾ എങ്ങനെയൊക്കെയാണ് അവർ അള്ളാഹിൻ്റെ ഹബീബിനെ സ്നേഹിച്ചതില്ലേ? മഹാനായ മുആദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. യമനിലേക്കുള്ള യാത്ര, ആ യാത്രക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മഹാനവറുകൾ ഒട്ടകപ്പുറത്ത് കയറി. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായിരുന്നു മഹാനായ മുആദ് റളിയല്ലാഹു. മുആദ് റളിയല്ലാഹു തീരെ ഇഷ്ടമല്ല യമനിലേക്ക് പോകാൻ. കാരണം അള്ളാഹിൻ്റെ ഹബീബ് അവിടെ ഇല്ലല്ലോ. എന്താണെങ്കിലും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ കൽപ്പനയല്ലേ എന്ന് അതിനെ മാനിച്ചു ഒട്ടകപ്പുറത്ത് കയറി തൻ്റെ കൂട്ടുകാരനായ മുആദ് റളിയല്ലാഹുവിനെ യാത്ര അയക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറ് പിടിച്ച മണ്ണിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങി. വിറക്കുന്ന ശബ്ദത്തോടെ മുആദ് റളിയല്ലാഹു അള്ളാഹിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബെ, അങ്ങ് മക്കയിലായിരുന്നപ്പോൾ എന്നെ നിങ്ങൾ മദീനയിലേക്ക് അയച്ചു, ഇപ്പോൾ അങ്ങ് മദീനയിലുള്ളപ്പോൾ എന്നെ നിങ്ങൾ യമനിലേക്ക് അയക്കുകയാണോ ഹബീബെ? ഇത് കേട്ടതോടുകൂടെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ചെറിയൊരു വിഷമായി. കാരണം തൻ്റെ പ്രിയതമനെ വിട്ടുപിരിയുന്ന ആ വേദന മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സ്വരത്തിലുണ്ടായിരുന്നു, ആ ശബ്ദത്തിലുണ്ടായിരുന്നു. അത് മുആദ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും താങ്ങാനും കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതുക്കെ മുആദ് റളിയല്ലാഹുവിനോട് മന്ത്രിക്കുന്നുണ്ട്, മുആദ്, ഈ വർഷത്തിന് ശേഷം നീ എന്നെ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒരു പക്ഷേ നീ ഈ പള്ളിക്കും എൻ്റെ ഖബറിനും അരികിലൂടെയാവാം ഇനി കടന്നു പോകുന്നത്. ഓ, ഈ വാക്കുകൾ കേട്ടതോടുകൂടെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. കാരണം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണത് എന്താ? മുആദേ, ഇനി നിങ്ങൾ വരുമ്പോൾ എന്നെ ഹയാത്തിൽ കാണാൻ പറ്റൂല, ഞാൻ മൗത്തായിട്ട് പോയിട്ടുണ്ടാകും, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടാകും മുആദേ എന്നാണല്ലോ പറയണത്. ശരിക്കും അത്രത്തോളം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ക് വെച്ച മുആദിന് അത് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ആ വാക്കുകൾ കേട്ട് മഹാനവറുകളുടെ ഹൃദയമിടിപ്പ് പോലും നിലച്ചുപോയി എന്നാണ്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് കേട്ടപ്പോൾ പ്രകാശം അണഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി. വിങ്ങിപ്പൊട്ടിക്കരയുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുആദ്, ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുത്തവർ അവർ ആരായാലും എവിടെയായാലും അത് മുത്തഖീങ്ങളാണ് എന്ന്, അള്ളാഹിനെ സൂക്ഷിക്കുന്നവരാണ്, എന്നെ ഇഷ്ക് വെക്കുന്നവരാണ് മുആദ് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ ഇഷ്ക് ലഭിക്കാൻ കാരണമാണ് നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ആ ഹബീബിനോട് ഇങ്ങനെ ഇഷ്ടം വർദ്ധിക്കും. സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ ആ ഹബീബിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കും. അതിലൂടെ നമുക്കും ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ സാധിക്കും. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.